രാഹുലിനെ അബ്യൂസ് ചെയ്ത് പരിചയമുണ്ടോ? പരിചയമുണ്ടോ? അവരുടെ മൈൻഡ് സെറ്റ് അറിയാമോ? അറിയില്ല, എന്നാ അറിയണം. കൊള്ളാലോ, ഇതേതാണ് യുദ്ധഭൂമിയിൽ പുതിയൊരു ചേച്ചി. കണ്ടാൽ തന്നെ അറിയാം ചേച്ചി അത്ര ചില്ലറക്കാരി അല്ല എന്ന്. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. അറിയാം. അതെങ്ങനെ അറിയാം? ഞങ്ങൾ ബസ്സിൽ അതെങ്ങനെ മാഡത്തിന് അബ്യൂസറുടെ മൈൻഡ് സെറ്റ്? മാഡത്തിന് വ്യാജ പരാതിക്കാരുടെ മൈൻഡ് സെറ്റ് അറിയാം? മാഡത്തിന് വ്യാജ പരാതിക്കാരുടെ മൈൻഡ് സെറ്റ്? രാഹുൽജിയെ വെള്ളം കുടിപ്പിക്കുന്ന മട്ടാണ്. ചേച്ചി ചോദിച്ച ചോദ്യം കേട്ടില്ലേ, അബ്യൂസ് ചെയ്ത് പരിചയമുണ്ടോ എന്ന്. മാനോ മഹിമയുള്ള പെണ്ണുങ്ങൾക്ക് ചേർത്ത പണിയല്ല. മാഡത്തിന് വ്യാജ പരാതിക്കാരുടെ മൈൻഡ് സെറ്റ് അറിയാമോ? എനിക്കറിയാം. ആഹാ, ഇതാര് ശ്രീലക്ഷ്മി ചേച്ചി ഉണ്ടല്ലോ. ഇതിപ്പോൾ രണ്ടുപേരും കൂടി ചോദിച്ചു വാങ്ങുന്ന ലക്ഷണമാണ് കാണുന്നത്. വ്യാജ പരാതിക്കാരുടെ മൈൻഡ് സെറ്റ് ഒക്കെ തനിക്ക് അറിയാമെന്നാണ് രാഹുൽജി പറയുന്നത്. പിന്നെ ഇയാളാണല്ലോ കോടതി അല്ലേ സാറേ? കേരളം കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രിയായ ശ്രീ ഉമ്മൻചാണ്ടി വ്യാജ പരാതിയിൽ കുടുങ്ങിയ ആളാണ്. നിവിൻ പോളി എന്ന വ്യക്തി കൊച്ചി നിൽക്കുമ്പോ ദുബായ് വെച്ച് റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. ആ പെൺകുട്ടിയോട് പോലീസ് ചോദിച്ചപ്പോൾ പെൺകുട്ടി എന്ത് പറഞ്ഞറിയോ? ഉറക്കപ്പിച്ചിൽ ഡേറ്റ് മാറിപ്പോയതാണ്. വണ്ടി എടുക്കട്ടെ മോളെ. രണ്ട് ചേച്ചിമാർക്കും അണ്ണാക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ട്രോളന്മാർക്ക് എന്തായാലും ഇപ്പോൾ വിരുന്നാണ്. ഫെമിനിസ്റ്റുകൾക്കൊക്കെ ഇപ്പോൾ കന്നഡ നിർബന്ധമാണെന്നാണ് തോന്നുന്നത്. ഒന്നല്ല, എത്ര ഉദാഹരണങ്ങളാണ് രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാട്ടിയത്. ചേച്ചിമാർക്ക് അണ്ണാക്കിൽ പിരിവെട്ടിയതുപോലെയായി. ഒന്നും മറിച്ച് പറയാനാവുന്നില്ല. അല്ലെങ്കിൽ തന്നെ എന്തു പറയാനാണ്. എന്നാലും ആണുങ്ങളോട് ഫെമിനിസ്റ്റുകൾക്ക് ഇത്ര വിരോധമുണ്ടാവാൻ കാരണമെന്താണ്? നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റുകളായി രേഖപ്പെടുത്തുക.